സോ ഹായ് ഗൈസ്, ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു സാംസങ്ങിൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാം. ഇവിടെ കുറച്ച് സാംസങ്ങിൻ്റെ ഹിഡൻ ഫീച്ചേഴ്സും കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കാണാം. കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ നോക്കാം വെച്ചാൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളായ ഫീച്ചറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര യൂസ്ഫുള്ളായ ഫീച്ചറാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇൻകമിങ് കോൾ വിളിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫോണൊന്നുമില്ല, അപ്പോൾ നിങ്ങൾക്ക് റിങ് കേൾക്കാൻ പറ്റും, ഓക്കെ, പക്ഷെ മനസ്സിലാക്കാൻ പറ്റില്ല ആരാണ് നിങ്ങളെ വിളിക്കണമെന്ന്. അപ്പോൾ ഈ സെറ്റിങ്സ് ടേൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കുറേ കോൺടാക്ട്സ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ ആ കോൺടാക്ട്സിൽ സേവ് ചെയ്ത് വെച്ച പേര് ഉറക്കിനെ അത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് നിങ്ങളെ വിളിക്കണമെന്ന് വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് യുവർ ഫോൺ, ഓക്കെ. അപ്പോൾ ആ സെറ്റിങ്സ് എങ്ങനെയാണ് ടേൺ ഓൺ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡയലറിൽ പോവുക. ഡയലറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ 3 ഡോട്ട് ഉണ്ടല്ലോ, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ റീഡ് കോളേഴ്സ് നെയിം അലൗഡ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ടേൺ ഓൺ ചെയ്യുക. ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഓവർ ബ്ലൂടൂത്ത് ആൻഡ് ഹെഡ്ഫോൺസ് ഓൺലി ഉണ്ടാവും. അത് വേണ്ട, നമുക്ക് ഇവിടെ ഓൾവേസ് എന്ന് കൊടുക്കുക. ഓൾവേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തവണ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഇൻകമിങ് കോൾ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ പേര് വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ. ഇപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പുതിയൊരു ഫോൺ മേടിച്ചു സാംസങ്ങിൻ്റെ. അപ്പോൾ ആ സാംസങ് ഫോണിൽ നിങ്ങൾ പുതിയൊരു ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ടച്ച് അത്ര നല്ല റെസ്പോൺസീവ് ആയിരിക്കില്ല. അപ്പോൾ ഈ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചുകൊണ്ടാവും ആ പ്രശ്നം വരുന്നത്. അപ്പോൾ ആ പ്രശ്നം എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് ടച്ച് സെൻസിറ്റിവിറ്റി ഭയങ്കര കുറവാണ് തോന്നിക്കണമെങ്കിൽ ഇതൊന്ന് ഓണാക്കി വയ്ക്കുക. ഓണാക്കി വയ്ക്കുമ്പോൾ ടച്ച് സെൻസിറ്റിവിറ്റി കുറച്ചും കൂടി കൂടും. അപ്പോൾ കുറച്ചുകൂടി ഫോൺ നന്നായിട്ട് സ്മൂത്തായി തോന്നിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഓണാക്കി വയ്ക്കുക, ഓക്കെ. അടുത്ത ഫീച്ചർ നോക്കാന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി നമുക്ക് ഡയലർ എടുക്കുക. ഡയലർ എടുത്ത് കഴിഞ്ഞിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ കോളർ ഐ ഡി ആൻഡ് സ്പാം പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഇത് ടേൺ ഓഫ് ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ. അതൊന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. ടേൺ ഓൺ ആക്കി വെച്ചിട്ട് താഴത്തേക്ക് വരുമ്പോൾ ബ്ലോക്ക് സ്പാം ആൻഡ് സ്കാം കോൾസ്. അപ്പോൾ ഇത് ഓഫ് ആയിരിക്കും. ഇതും കൂടി ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. പിന്നെ ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ബ്ലോക്ക് ഓൾ സ്പാം ആൻഡ് സ്കാം കോൾസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വല്ലതും സ്കാം കോൾസോ സ്പാം കോൾസോ വല്ലതും വരികയാണെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഫോണ് ബ്ലോക്ക് ചെയ്യണതാണ്. അപ്പോൾ ഈ സെറ്റിങ്സ് എന്തായാലും ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക. ഇപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ വല്ലതും പ്രശ്നം വന്നു, ഫോർ എക്സാമ്പിൾ മൈക്ക് വർക്കില്ല, സ്പീക്കർ വർക്കില്ല, ക്യാമറ വർക്കില്ല, അങ്ങനത്തെ ചെറിയ വല്ലതും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, പോയി സർവീസ് സെൻറ്ററിൽ കൊടുക്കും. അപ്പോൾ സർവീസ് സെൻറ്ററിൽ പോയി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ ചെക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അത് സർവീസ് സെൻറ്ററിൽ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് ഹൈഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകുമ്പോൾ ഡിവൈസ് കെയർ ഉണ്ടാവും. ഡിവൈസ് കെയറിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ മെയിൻ്റെനൻസ് മോഡ് ഉണ്ടാവും. മെയിൻ്റെനൻസ് മോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടേൺ ഓൺ ചെയ്യുക. ടേൺ ഓൺ ചെയ്യുമ്പോൾ ഈ ഫോൺ റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ട് ആകുമ്പോൾ ഈ ഫോണിലത്തെ എല്ലാ ഡാറ്റാസും പിക്ചേഴ്സും വീഡിയോസും പേഴ്സണൽ ഫോട്ടോസും ഒക്കെ ഹൈഡ് ആവുന്നതാണ്. നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്ന ആൾക്ക് ഒന്നും നമുക്ക് നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാൻ റീസ്റ്റാർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റെങ്കിലും പിടിക്കും ഇത് റീസ്റ്റാർട്ടായി വരാം. അപ്പോൾ ഫോണ് മെയിൻ്റെനൻസ് മോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ മെയിൻ്റെനൻസ് മോഡിൽ പോയി കഴിഞ്ഞിട്ട് ഫോൺ റീസ്റ്റാർട്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ഫോണിലത്തെ ഫോട്ടോസും വീഡിയോസും ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ അഥവാ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഫയൽസിൽ പോവുകയാണ് ഞാൻ. അപ്പോൾ ഫയൽസിൽ പോയി കഴിഞ്ഞാലും എൻ്റെ സ്റ്റോറേജിൽ ഫയൽസിലൊന്നും കാണാൻ പറ്റില്ല. കണ്ടില്ലേ, ക്യാമറയുടെ ഫയൽസിലും ഡൗൺലോഡ് ഫയൽസിലും മൂവീസിലും മ്യൂസിക്കിലും ഒക്കെ 0 ഐറ്റംസ് ആണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോണിൽ വല്ലതും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെയിൻ്റെനൻസ് മോഡിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെയിൻ്റെനൻസ് മോഡിന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്നും കൂടി നമുക്ക് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അതേമാതിരി ഡിവൈസ് കെയറിൽ പോവുക. ഡിവൈസ് കെയറിൽ പോയി കഴിഞ്ഞിട്ട് മെയിൻ്റെനൻസ് മോഡിൽ പോവുക. എക്സിറ്റിൽ ക്ലിക്ക് ചെയ്യുക. എക്സിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റീസ്റ്റാർട്ട് കൊടുക്കുക. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വയ്ക്കും, ഇല്ലെങ്കിൽ പിൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഫിംഗർ പ്രിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫോണൊന്ന് റീസ്റ്റാർട്ടായിട്ട് നമ്മുടെ ഡാറ്റാസൊക്കെ തിരിച്ച് വരുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സാംസങ്ങിൻ്റെ ഫോണിൽ സാംസങ്ങിൻ്റെ കീബോർഡ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, സാംസങ്ങിൻ്റെ കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ടല്ലോ, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്ട്രാക്ട് ടെക്സ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഈ ബോക്സിൽ വല്ലതും
ടെക്സ്റ്റൊക്കെ വലുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എൻ്റെ ഇപ്പോൾ S23 ബോക്സാണ്. അപ്പോൾ ഈ ടെക്സ്റ്റൊക്കെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ എക്സ്ട്രാക്ട് ടെക്സ്റ്റ് ലെവൽ ക്ലിക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ കണ്ടില്ലേ ഈ ടെക്സ്റ്റ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അയക്കാൻ പോവാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആർക്കെങ്കിലും അയക്കണമെങ്കിൽ അയക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ ഇതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ്. അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസിൽ പോവുക, സെറ്റിങ്സിൽ പോയിട്ട് ആപ്ലിക്കേഷൻസിൽ പോവുക. ഇവിടെ 3 ഡോട്ട് ഉണ്ടാവും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്പെഷ്യൽ ആക്സസ് ഉണ്ടാവും. സ്പെഷ്യൽ ആക്സസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കാണാണ്ടല്ലോ ഓൾ ഫയൽസ് ആക്സസ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ കുറേ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുമല്ലോ. ഫോർ എക്സാമ്പിൾ പ്ലേ സ്റ്റോറിനായിക്കോട്ടെ, പ്ലേ സ്റ്റോറിന് പുറത്തുനിന്ന് ആയിക്കോട്ടെ. ഇപ്പോൾ ആപ്ലിക്കേഷൻസൊക്കെ ഇവിടെ ഓണായി കിടക്കുന്നുണ്ടല്ലോ. ഇവിടെ ഈ ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മുടെ ഫോട്ടോസും വീഡിയോസിലൊക്കെ ആക്സസ് അവരെടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ഞാൻ പുറത്തുനിന്ന് സീൽ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വീഡിയോ ഡൗൺലോഡിങ് ആപ്പാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷന് നമ്മുടെ ഫോട്ടോസും വീഡിയോയിലേക്ക് ഒരു ആക്സസും വേണ്ട. അപ്പോൾ ഇത് ഓണായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ മാനുവലി വന്നിട്ട് ഓഫാക്കി വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ കുറേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ആ ആപ്ലിക്കേഷന് ഫോട്ടോസും വീഡിയോയിലേക്ക് ഒരു ആക്സസും വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇവിടെ മാനുവലി വന്നിട്ട് നമുക്ക് ഇവിടെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഒന്ന് ഇപ്പോൾ തന്നെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷൻസും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഫോട്ടോസും വീഡിയോസിലേക്കും ആക്സസ് വേണ്ടാത്തത് അത് ഓഫാക്കി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ മുകളിൽ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ദ ആപ്സ് യു സെലക്ട് ബിലോ ക്യാൻ ഓൾവേസ് യൂസ് ഡാറ്റ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഈവൻ ഇഫ് ഡാറ്റ സേവർ ഇസ് ഓൺ. ഇപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ കുറേ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കില്ല് ചെയ്താലും ഇല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് ഇട്ടാലും ഇല്ലെങ്കിൽ നമ്മൾ ഡാറ്റ സേവർ ഓൺ ആക്കിയിട്ടാലും ആ ആപ്ലിക്കേഷന് നമ്മുടെ ഡാറ്റാസ് കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താണ്ടാവും, നമ്മുടെ ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവും. അതേമാതിരി നമ്മൾ 4G ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ആ ഇൻ്റർനെറ്റും നമ്മുടെ വേഗം തീരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഓഫാക്കി വെക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ മാനുവലി എല്ലാം ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് ഓഫാക്കി വെക്കുക. ഇപ്പോൾ ബിക്സ്ബി വോയിസ്, ഇപ്പോൾ ഞാൻ ബിക്സ്ബി യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഞാൻ ഓൺ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ബിക്സ്ബിക്ക് ഞാൻ ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഇവിടെ ഗാലക്സി വാച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗെയിം ഓപ്റ്റിമൈസേഷൻ സർവീസിന്, ഗൂഗിൾ പ്ലേ സർവീസിന്, ഇതിനൊക്കെ ഞാൻ ആക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് മാനുവലി ചെക്ക് ചെയ്ത് നോക്കുക ഏതൊക്കെ ആപ്ലിക്കേഷന് നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കണം, ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് റണ്ണിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്